4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്. നിങ്ങളെപ്പോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ് ആതിര. ആതിര കൂടെ കൂടാതെ എനിക്ക് വേറൊരു ഫ്രണ്ടുകളുണ്ട് 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത്. ആ ഫ്രണ്ടിന്റെ പേരാണ് ഞാൻ ഇവിടെ എഴുതിയത്. അതാണ് അശ്വതി. അശ്വതി. അപ്പൊ അശ്വതിയും ആതിരയും ഫ്രണ്ടാണ്. ഇവർ രണ്ടുപേരും എന്റെയും ഫ്രണ്ടാണ്. ഈ ആതിരയുടെ കയ്യില് കുട്ടികൾ ശരിക്കും ശ്രദ്ധിക്കണം. ആതിരയുടെ കയ്യില് 8 മീറ്റർ നീളമുള്ള ഒരു റിബൺ ആതിരയുടെ കയ്യിലുണ്ട്. ആതിര എന്ത് ചെയ്തെന്നറിയോ? ആ റിബൺ 8 മീറ്റർ നീളമുള്ള ഒരു റിബൺ ആതിരയുടെ കയ്യിലുണ്ട്. ആതിര അതെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് 16 തുല്യ പീസാക്കി മാറ്റി. 16 ഇത് 16 തുല്യ പീസാക്കി മാറ്റി. ആതിര ഈക്വൽ പാർട്സ് ആക്കി മാറ്റി. അപ്പം അശ്വതി ആതിരയുടെ ഫ്രണ്ടാണ്. അശ്വതിക്ക് എന്ത് ചെയ്യുന്നത്? ഇതിൽ നിന്ന് ആ 16 പീസിലെ ഒരു പീസിൽ നിന്ന് 1/2 മീറ്റർ മുറിച്ചിട്ട് അശ്വതിക്ക് കൊടുത്തു. കോഹോസ്റ്റായ കുട്ടി എന്റെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ആതിരയും അശ്വതിയും കൂട്ടുകാരാണ്. ആതിരന്റെ കയ്യില് 8 മീറ്റർ നീളമുള്ള റിബൺ ഉണ്ട്. ആ 8 മീറ്റർ റിബൺ 16 ഈക്വൽ പീസായിട്ട് മുറിച്ചു. അതിന്റെ 1/2 മീറ്റർ അശ്വതിക്ക് കൊടുത്തു. ആ 16 ഒരു പീസിൽ നിന്ന് അതിന്റെ 1/2 മീറ്റർ ആണ് അശ്വതിക്ക് കൊടുത്തത്, അല്ലേ? അതെ. അപ്പൊ ചോദ്യം ഇതാണ്, അശ്വതിക്ക് കിട്ടിയത് എത്രയാണ്? നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ കിട്ടിയിട്ട് എത്രയാണെന്ന് കമന്റ് ചെയ്യാം. അശ്വതിക്ക് കിട്ടിയത് എത്രയായിരിക്കും? സാർ 25 സെന്റിമീറ്ററിന് ആൻസർ വന്നിട്ടുണ്ട്. 4 സെന്റിമീറ്ററിന് വരുന്നുണ്ട്. മോളെ പേരെന്താ? എന്റെ പേര് ഏഞ്ചൽ. ഏഞ്ചലാണ്. ഏഞ്ചലിന്റെ സൗണ്ട് ഇപ്പൊ ക്ലിയർ ആണ്. 25 സെന്റിമീറ്റർ എന്ന ആൻസർ വന്നിട്ടുണ്ട്. ഏഞ്ചൽ 15 തെറ്റാണ്. 25 സെന്റിമീറ്റർ എന്ന ആൻസർ ശരിയാണ്. 25 സെന്റിമീറ്റർ ആണ് ശരി. അശ്വതിക്ക് കിട്ടിയത് 25 സെന്റിമീറ്റർ ആണ്. ഏഞ്ചലിന് മനസ്സിലായോ ഇതെങ്ങനെയാണ് 25 കിട്ടിയതെന്ന്? ഇല്ല. ഓക്കെ. അപ്പൊ 25 കിട്ടിയ കുട്ടികളെ നമുക്ക് വിളിക്കാം. ഈ കോഹോസ്റ്റായ ഏതെങ്കിലും കുട്ടിക്ക് 25 കിട്ടിയത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റും? യെസ് പറയൂ. 8 മീറ്ററിന് 16 പീസ് ആക്കിയപ്പോൾ 1/2 മീറ്റർ വീതമുള്ള 16 പീസ് കിട്ടി. ഓക്കെ. 8 മീറ്ററിനെ 8 മീറ്ററിനെ 16 പീസാക്കിയപ്പോൾ 1/2 മീറ്റർ നീളമുള്ള പീസാണ് കിട്ടുക. അപ്പം 1/2 മീറ്റർ ആണ്. ശരിയാണ്. പിന്നെ 1/2 മീറ്ററിനെ വീണ്ടും പകുതി ആക്കിയപ്പോൾ 25 സെന്റിമീറ്റർ കിട്ടി. 1/2 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്ററാണ്? 50 സെന്റിമീറ്റർ. 50 സെന്റിമീറ്റർ ആണ്. 50 സെന്റിമീറ്റർ ആണ്. അപ്പം 50 സെന്റിമീറ്റർ ആണ് 1/2 മീറ്റർ എന്ന് പറയുന്നത്. ആ 50ന്റെ പകുതിയാണ് ആർക്ക് കൊടുത്തത്? അശ്വതിക്ക്. അപ്പൊ അശ്വതിക്ക് കിട്ടിയത് എത്രയാണ്? 25 സെന്റിമീറ്റർ. 25 സെന്റിമീറ്റർ ആണ് ശരി. ആതിരയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് 8 മീറ്റർ നീളമുള്ള ഒരു റിബൺ ആണ്. ആതിര അത് 8 തുല്യ പീസാക്കിയിരുന്നെങ്കിൽ 1 മീറ്റർ ആണ് ഉണ്ടാവുക, അല്ലേ മുസമ്മിൽ? യെസ്. അവിടെ 8 തുല്യ പീസാക്കിയിരുന്നെങ്കിൽ ഓരോ പീസും 1 മീറ്റർ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ആതിര ചെയ്തിരിക്കുന്നത് അത് 16 പീസാക്കിയതാണ്. തുല്യ പീസ് 16 പീസാക്കുമ്പോൾ നമുക്കറിയാലോ 1/2 മീറ്റർ ഉണ്ടാവുന്നത്. 1/2 മീറ്റർ എന്ന് പറഞ്ഞാൽ 50 സെന്റിമീറ്റർ ആണ്. 50 സെന്റിമീറ്ററിൽ നിന്ന് പകുതി അങ്ങ് അശ്വതിക്ക് കൊടുക്കുമ്പോൾ അശ്വതിക്ക് 50ന്റെ പകുതിയല്ലേ കൊടുക്കുക? 50ന്റെ പകുതി എത്രയാണ് മക്കളെ? ഞാൻ മൈക്ക് ഓൺ ചെയ്യാണ്. എല്ലാവരും കൂടി ഒന്നിച്ച് പറയൂ. 50ന്റെ 50യുടെ ഹാഫ് എത്രയാണെന്ന് ഒന്നിച്ച് പറയൂ എല്ലാവരും.
ഡിജിറ്റ്സ് കൊണ്ട് ഈ ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാതെ, അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്യാതെ, ആവർത്തിക്കാതെ ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് യു ക്യാൻ മേക്ക്? നിങ്ങൾക്ക് എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും വിത്തൗട്ട് റിപ്പീറ്റിംഗ് ദ ഡിജിറ്റ്സ്? വിളിച്ചു പറയുന്ന കാര്യം ഇപ്പം കോഹോസ്റ്റായ കുട്ടികൾ, മറ്റുള്ള കുട്ടികൾ കമന്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി. സാറ് കുട്ടികൾ കമന്റ് ചെയ്യുന്നുണ്ട്. കുട്ടികൾ കമന്റ് ചെയ്ത് ഞാൻ അവിടുന്ന് കാണുന്നുണ്ട്, ഞാൻ ചോദിച്ചോളാം. യെസ്, എത്രയാണ് മോളെ കുട്ടികൾ കമന്റ് ചെയ്യുന്നത്? 6ഉം 18ഉം. 6 ശരി. കാരണം നമുക്ക് ആ 6 ഏതൊക്കെയാന്ന് എഴുതി നോക്കാം. ഒന്നാമത്തത് വിത്തൗട്ട് റിപ്പീറ്റിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് 854, 845, പിന്നെ 584, 548. അടുത്തത് 4 വെച്ച് നമുക്ക് തുടങ്ങാം. 485 and 458. ഈ 6 കിട്ടുന്നത്. ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം നിങ്ങളോട് ചിലപ്പം 0 ഉൾപ്പെടുത്തി ചോദിക്കാം, നിങ്ങളോട് ചിലപ്പം 4 ഡിജിറ്റ് നമ്പർ 4 ഡിജിറ്റ് ആയിട്ട് ചോദിക്കാം, 5 ആയിട്ട് ചോദിക്കാം. പക്ഷേ ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം പരിചയപ്പെടുത്തുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ 3 തന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 1 into 2 into 3. 3 ആണെങ്കിൽ 3 വരെ മൾട്ടിപ്പിൾ ചെയ്യുക. അവിടെ നമുക്ക് കിട്ടുന്നത് 6 ആണ്. അപ്പം ഈ 6 6 നമുക്ക് എഴുതാൻ കഴിയുന്നത്. ഇനി ഒരു പക്ഷേ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് കഴിഞ്ഞ വർഷം ചോദിച്ചതുപോലെ 8 പകരം വേറെ ഏതെടുക്കാം 0, 4 എന്നായിരുന്നു എങ്കിൽ ഇത് നമുക്ക് 6 ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇത് 0 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 2 ഡിജിറ്റ് ആയി പോകും. അപ്പൊ നമുക്ക് 3 ഡിജിറ്റ് നമ്പർ തന്നെ കിട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് 0 വന്നു കഴിഞ്ഞാൽ അതിന്റെ മെത്തേഡ് എങ്ങനെയാന്ന് പറഞ്ഞാൽ 1 into 2 into 2 തന്നെ മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അവിടെ നമുക്ക് കിട്ടുന്നത് 4 ആണ്. കാരണം ബിക്കോസ് ഹിയർ ഇറ്റ് ഈസ് 0. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് 4 ഡിജിറ്റ് നമ്പർ തന്നു തരിക. 4 ഡിജിറ്റ് വന്നു. 9, 8, 4, 2. ഈ 4 ഡിജിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഹൗ മെനി 4 ഡിജിറ്റ് നമ്പർ യു ക്യാൻ മേക്ക് എന്ന് ചോദിച്ചാൽ മക്കൾ അവിടെ എന്താണ് കമന്റ് ചെയ്യേണ്ടത്? ഒന്ന് കമന്റ് ചെയ്യാമോ? സാർ 24 എന്നാണ് കമന്റ് ചെയ്യുന്നത്. 24 എന്ന് കമന്റ് ചെയ്തത് ശരിയാണ്. 24 is the right answer because 1 into 2 into 3 into 4 ആയിരിക്കും. That is 24. Correct ആണ്. പക്ഷേ ഇവിടെ ഈ 4 പകരം 9, ഈ 4 പകരം 9, 8, 0, 2 ആണെങ്കിലോ അവിടെ നമുക്ക് എത്ര 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ എന്താണ് കുട്ടികളുടെ മറുപടി? അറിയാനുള്ള താല്പര്യമുണ്ട്. എത്രയാണ് കുട്ടികൾ കമന്റ് ചെയ്യുന്നത്? 18 സാർ. 18 ആണ്. അവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുക 1 into 2 into 3 into ബാക്കി നിങ്ങൾ പറയൂ. 3 തന്നെയായിരിക്കും. കാരണം ഇവിടെ ഒന്ന് 0 ആയതുകൊണ്ട്. ഇതാണ് നിങ്ങളുടെ എക്സാമിന് ചോദിക്കാനുള്ള ഒരു ചോദ്യം. അതില് 18 ആണ്. ചിലപ്പോൾ ഈ പ്രാവശ്യം ഒരു പക്ഷേ നിങ്ങളോട് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ അതും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. രക്ഷിതാക്കളെ കാര്യം ശ്രദ്ധിക്കുക. ഇപ്പം 8, 2, 3 എന്ന 3 ഡിജിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഹൗ മെനി 3 ഡിജിറ്റ് നമ്പർ യു ക്യാൻ മേക്ക് വിത്ത് റിപ്പീറ്റിംഗ്? അക്കങ്ങൾ ആവർത്തിച്ചോളൂ എന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ അത് 3 മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 8 3 പ്രാവശ്യം എഴുതാം, 3 തന്നെ നിങ്ങൾക്ക് 3 പ്രാവശ്യം എഴുതാം. അങ്ങനെയാണെങ്കിൽ
എന്തായിരിക്കും ആൻസർ എന്ന് കുട്ടികൾക്ക് പറയാമോ? വിത്ത് റിപ്പീറ്റിംഗ് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കാം? 9 അല്ല, എത്രയാണ് മുസ്ലിം കുട്ടികള്? എത്രയാണ് 27, 9, 6, 8, 9. ഇത് ചോദിക്കാൻ നിങ്ങളോട് സാധ്യത കുറവാണ്. എന്നാലും ഞാനത് കൂട്ടത്തിൽ നിന്ന് പരിചയപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടുള്ള ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ സാധ്യത കുറവാണ്. റിപ്പീറ്റ് ചെയ്യാതെയാണ് ഇതുവരെ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ 3 എണ്ണാണ് തരുന്നതെങ്കിൽ മക്കൾ ചെയ്യേണ്ടത് 3 into 3 into 3 ആയിരിക്കും. And what is 3 into 3 into 3? 27. 27. അപ്പൊ ശ്രദ്ധിക്കുക, അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണെങ്കിൽ 27 ആയിരിക്കും. 9, 10. എന്റെ ചോദ്യം ഇതാണ്, what is the sum of natural numbers, consecutive natural numbers from 1 to 10? കമന്റ് ചെയ്യാൻ കുട്ടികൾക്ക്. What is the sum of consecutive natural numbers from 1 to 10? 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എത്രയാണ്? ഇത് കിട്ടിയത് എങ്ങനെയാന്ന് നോക്കാം. അതൊന്ന് ഞാൻ റിവേഴ്സ് ചെയ്യാൻ പോവുകയാണ്. ആ 55നെ അത് 1 to 10 എന്നത് ഞാൻ റിവേഴ്സ് ചെയ്യാൻ പോവുകയാണ്. 10, 9, 8, 7, 6, 5, 4, 3, 2 and 1. ഒരു വര വരച്ചു. 10 plus 1, 11. 9 plus 2, 11. 8 plus 3, 11. 11, 11, 11, 11, 11, 11 and 11. How many 11s are there? 10. 10. 10. 10 are there. That is 10 into 11. And what is 10 into 11? 110. 110. 110. ഒരു പ്രാവശ്യം ഒരാൾ പറഞ്ഞാൽ മതി. 110 ആണ്. ഈ 110-ല് നമുക്ക് കിട്ടിയത്, നമ്മുടെ ആൻസർ ശരിക്കും 55 ആണ് വരേണ്ടത്. പക്ഷെ 110 നമുക്ക് കിട്ടാൻ കാരണം ഇത് 2 പ്രാവശ്യം നമ്മൾ കൂട്ടിയത് കൊണ്ടാണല്ലോ, റിവേഴ്സ് ഇട്ടിട്ട്. അങ്ങനെയാണെങ്കിൽ അത് ഒരു പ്രാവശ്യം കൂട്ടിക്കഴിഞ്ഞാൽ 110-ന്റെ പകുതിയായിരിക്കും. അങ്ങനെയാണ് നമ്മൾ 1 മുതൽ ആരംഭിക്കുന്നതിന് 10 into 11/2 എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു രീതിയിലും ഇതിനെ ഞാൻ വ്യാഖ്യാനിച്ചു തരാം. ഇതെന്താണെന്ന് മനസ്സിലാക്കണമല്ലോ കുട്ടികൾ, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക. വേറെ ഈ 55 കിട്ടാനുള്ള മറ്റൊരു മാർഗം നോക്കാം നമുക്ക്. Here 1 and 10, that is 11. 2 plus 9 is also 11. 3 plus 8 is also 11. 4 plus 7 also 11. 5 plus 6 is also 11. So 5 11s are there. That is 5 into 11, 55. ഇനി ഇപ്പം നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് മക്കളോട് എഴുതി 1 to 10 എഴുതി. ഇതേ സമയത്ത് നമുക്ക് ഓഡ് നമ്പേഴ്സിന്റെ സം ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ് ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഓഡ് നമ്പേഴ്സിന്റെ സമ്മും നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മും തമ്മിലുള്ള ആ ബന്ധം, ആ കണക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക. 1, 3, 5, 7 and 9. First, 1 to 9, how many odd numbers are there? 5. 5 odd numbers are there. 1 to 19, how many odd numbers are there? 10. 15. 19-ന്റെ കൂടെ 1 കൂട്ടിയിട്ട് നമ്മൾ പകുതിയാക്കിയാൽ 19 plus 1, 20, 20 divided by 2, 10. 1 to 99, how many odd numbers are there? 50. 50. 99 plus 1 divided by 2. 1 to 9, 5 odd numbers are there.
5 ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ 1 അവിടെ ഉണ്ടെങ്കിൽ, കോൺസിക്യൂട്ടീവ് ആണെങ്കിൽ, തുടർച്ചയായിട്ടുള്ളതാണെങ്കിൽ, അവിടെ 5 ഓഡ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ 5 into 5 ചെയ്താൽ മതി. And what is 5 into 5? 25. And നേരത്തെ 1 to 10 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ 55 ആയിരുന്നു. ഇപ്പോൾ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് നമുക്ക് 25 കിട്ടി, 1 to 9. ഇനി ഈവൺ നമ്പേഴ്സ് ഒന്ന് എടുത്തു നോക്കാം. ഇതിപ്പോ ആദ്യം തുടങ്ങുന്നത് എന്താണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ മുന്നോട്ട് വരുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയാം, പക്ഷെ ഇതൊന്ന് നിങ്ങളുടെ മനസ്സിൽ ഉറച്ചിട്ടുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾക്ക് നമുക്ക് എളുപ്പം കിട്ടും. അതുകൊണ്ടാണ് മക്കളെ ഇവിടെ 2 ഈവൺ നമ്പർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, +4 +6 +8 +10. 5 consecutive even numbers starting from 2. Consecutive 5 even numbers in the sum എത്രയെന്ന് ചോദിച്ചാൽ മക്കൾ എന്താണ് എഴുതുക? 30 ആണ്. കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം 5 ഈവൺ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് 5 into 5ന്റെ തൊട്ടടുത്ത നമ്പർ 6 ആണ്. 5 into 6 ആണ്. ദാറ്റ് ഈസ് 30. ശരി, ഇവിടെ ഒരു കാര്യം നമുക്ക് വ്യക്തം. കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പേഴ്സ് സമ്മ് 30യും കോൺസിക്യൂട്ടീവ് 5 ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് 25ഉം. ഈ 25 30 കൂടി ആഡ് ചെയ്തത് എത്രയാണ്? 55. ആ 55 ആണല്ലോ കോൺസിക്യൂട്ടീവ് 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് വരുന്നത്. ഇത് വലിയ സംഖ്യകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുട്ടികള്, ഇനിയിപ്പോ നിങ്ങൾക്കുള്ള ചോദ്യമാണ്, നിങ്ങളുടെ എക്സാമിന് വരുന്ന ചോദ്യം ഞാൻ തരാൻ പോവുകയാണ്. അതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് നമുക്ക് പരിശോധിക്കാം. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ എല്ലാവരും, പേരൻസ് നിങ്ങളെ സഹായിക്കും. വാട്ട് ഈസ് ദ സം ഓഫ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ഫ്രം 11 to 40? ബാക്കി ഞാൻ എഴുതി കാണിച്ചത്. ഹോസ്റ്റായ കുട്ടി ഈ ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കണം. What is the sum of consecutive natural number 11 to 40? മലയാളം ഇതാണ്. 11 മുതൽ 40 വരെയുള്ള കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എത്രയാണ്? ആ 11 മുതൽ 40 വരെയുള്ള കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ നിങ്ങൾ 11ഉം 12ഉം 13ഉം ഇങ്ങനെ എഴുതി 40 വരെ എഴുതി കൂട്ടരുതേ. അത് നമുക്ക് ഒരുപാട് സമയം എടുക്കും. അതേ സമയത്ത് ഇതിന്റെ എളുപ്പമാർഗത്തിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? മുസമ്മിൽ ശരിയായ ഉത്തരം വന്നോ? നോ സാർ, വന്നിട്ടില്ല. ശരിയായ ആൻസർ വന്നിട്ടില്ല. കാരണം ഒരു ക്ലാസ് ആണ് ഇപ്പോ ഓരോ ക്ലാസ് കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ടായിരിക്കും. ശരി, ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ മക്കളെ, ഞാൻ മൈക്കൊന്ന് ഓൺ ചെയ്യുന്നുണ്ട്. ഈ ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. നിങ്ങളോടുള്ള എന്റെ ചോദ്യം ഇതാണ്: ഞാൻ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ ആക്കി തന്നാൽ, ഇതിന് സമാനമായ ഒരു ചോദ്യം ഞാൻ തരുമ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യുമോ? ഓക്കെ, ശരിയാണ്, ശരി. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യും എന്ന് പറഞ്ഞിരുന്ന സ്ഥിതിക്ക് ഞാൻ ചെയ്യുന്ന എന്താണെന്ന് നോക്കിക്കോളൂ. മക്കളോട് ശ്രദ്ധിക്കുക. പോകാം നമുക്ക്. എങ്ങനെയാണ് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്? വളരെ സിമ്പിൾ ആണ്. ആദ്യം നിങ്ങളോട് ചോദിച്ചത് 11 അവസാനം കൂട്ടാൻ പറഞ്ഞ സംഖ്യ ഏതാണെന്ന് പറഞ്ഞാൽ 40 ആണ്. 11 + 40
ആദ്യം നിങ്ങൾ കൂട്ടി അവിടെ വെക്കുക. അത് നിങ്ങൾക്ക് 51 കിട്ടും. അത് നമുക്ക് ആവശ്യമുണ്ട്, അത് അവിടെ കൂട്ടി അത് വെക്കുക. ഇനി മക്കൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, രക്ഷിതാക്കളെ കാര്യം ശ്രദ്ധിക്കുക. ഈ കുട്ടികളോട് 11 മുതൽ 40 വരെ എത്ര ഹൗ മെനി നമ്പേഴ്സ് എന്ന് ചോദിച്ചാൽ അവർ 40-ൽ നിന്ന് 11 മൈനസ് ചെയ്യുക. പിന്നെ ഒന്ന് കൂട്ടാൻ അവരോട് മറന്നു. 11 മുതൽ 40 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ 40-ൽ നിന്ന് 10 മൈനസ് ചെയ്താലാണ് കൃത്യമായ നമ്പർ നമുക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ 30 നമ്പേഴ്സ് ഉണ്ട്. അത് 10 മൈനസ് ചെയ്താലാണ് 11 നമുക്ക് 11 തന്നെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പൊ 11 ഉൾപ്പെടണമെങ്കിൽ പലപ്പോഴും ഞാൻ കലണ്ടർ മാത്സില് കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യം, ഈ ജാനുവരി 10 മുതൽ 31 വരെ ഹൗ മെനി ഡേയ്സ്, അല്ലെങ്കിൽ ജനുവരി 10 മുതൽ 31 വരെ എത്ര ദിവസം എന്നുണ്ടെന്ന് ചോദിച്ചാൽ കുട്ടികൾ എപ്പോഴും ആ 31-ൽ നിന്ന് 10 മൈനസ് ചെയ്യുക. 10 മൈനസ് ചെയ്താൽ ഒന്ന് കൂട്ടിയാൽ വിരോധമില്ലായിരുന്നു, പക്ഷെ അത് കൂട്ടുന്നില്ല. അപ്പൊ കലണ്ടറിൽ 10 മുതൽ 31 വരെ ഇങ്ങനെ ഫിംഗർ വെച്ചിട്ട് നിങ്ങൾ എണ്ണി കാണിച്ചു കൊടുക്കണം 22 ഉള്ള വിവരം. അത് 10 അല്ല മൈനസ് ചെയ്യുന്നത്, 9 മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ 10 മൈനസ് ചെയ്ത് ഒന്ന് കൂട്ടാം. ഇവിടെയും അതാണ് പ്രശ്നം വരിക കുട്ടികൾക്ക്. 11 മുതൽ 40 വരെ എത്ര സംഖ്യകളുണ്ട് എന്ന് ചോദിച്ചാൽ 30 സംഖ്യകൾ എന്ന് ഉത്തരം കിട്ടണമെങ്കിൽ 40-ൽ നിന്ന് കുട്ടികൾ മൈനസ് ചെയ്യേണ്ടത് 10 ആയിരിക്കണം. ശരി, അതും റെഡിയായി. അപ്പോൾ 30 സംഖ്യകളാണ് മൊത്തം ഉള്ളത്. ആ 30-നെ പകുതിയാക്കുക. നേരത്തെ നമ്മൾ 11-ന് 10 കൊണ്ട് 10-നെ 11 കൊണ്ട് കുടിച്ചിട്ട് പകുതിയാക്കിയ ഓർമ്മ ഉണ്ടാവുമല്ലോ. അപ്പൊ 30 സംഖ്യകളെ പകുതിയാക്കും. എന്നിട്ട് നമ്മൾ ഈ നേരത്തെ കണ്ടുവച്ചിരിക്കുന്ന 51 അങ്ങോട്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. നമ്മുടെ ആൻസർ വന്നു കഴിയും. ഈ ഹാഫ് ഓഫ് 30 ഈസ് 15 ആണ്. 15-നെ 51 കൊണ്ട് ഗുണിച്ചാൽ 765. ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. കൂടെ ഇരിക്കുന്ന പേരൻസ് ആണ് മറുപടി പറയേണ്ടത്. ഈ സംഭവം നിങ്ങളെ കുട്ടികൾക്ക് മനസ്സിലായോ? മനസ്സിലായി സാർ. ഒന്നുകൂടി ഓക്കെ, ശരി. ഞാൻ അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. പേരൻസ് തന്നെ പറയുമ്പോൾ വളരെ സന്തോഷമാണ്. കാരണം എന്താ, കുട്ടികളാ കുറെ ഇങ്ങനെ ഒന്നിച്ച് പറയുകയും. നമ്മളോടുള്ള ചോദ്യം ഇതാണ്, 11 മുതൽ 40 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഒന്നിച്ച് കൂട്ടിയാൽ എത്ര? അവിടെ 11 വരണം. 11 വരണമെങ്കിൽ നിങ്ങൾ എത്ര സംഖ്യകളുണ്ട് എന്നറിയാൻ 40-ൽ നിന്ന് 10 മൈനസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മൊത്തം സംഖ്യകളുടെ എണ്ണം കിട്ടുകയുള്ളൂ. അപ്പോൾ 30 സംഖ്യകൾ ഉണ്ട് അവിടെ. നിങ്ങൾ എന്നെ വെച്ച് നോക്കൂ. 11, 12, 13, 14 അങ്ങനെ 40 വരെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 സംഖ്യകളെ കിട്ടണം. അതുകൊണ്ട് 11 മൈനസ് ചെയ്യരുത്, 10 മൈനസ് ചെയ്യാം. അപ്പൊ 30 സംഖ്യകളാണ് നമുക്ക് കിട്ടിയത്. ആ 30-ന്റെ പകുതി എടുക്കുന്നു. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യ സംഖ്യയായ 11-ഉം അവസാനത്തെ നമ്പറായ 40-ഉം തമ്മിൽ ആഡ് ചെയ്യുന്നു. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 51 ആണ്, 51 ആണ്. 30-ന്റെ പകുതിയായ 15-നെ 51 കൊണ്ട് ഗുണിക്കാനൊക്കെ കുട്ടികൾക്ക് അറിയാം. എളുപ്പമാർഗമുണ്ട്. 50-നെ 10 കൊണ്ട് ഗുണിക്കുക, പിന്നെ 5 കൊണ്ട് ഗുണിക്കുക, അങ്ങനെ ചെയ്യാം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 765-ലേക്കാണ് കിട്ടുന്നത്. കോഹോസ്റ്റായ കുട്ടികൾക്ക് ഇത് മനസ്സിലായി? കോഹോസ്റ്റ്, ഹലോ, മനസ്സിലായ? കോഹോസ്റ്റായ കുട്ടിക്ക് മനസ്സിലായി. ഒന്ന് വിവരിച്ചു കൊടുക്കുമോള്. ആദ്യം 11-ന് 40 കൂട്ടുമ്പോൾ 51 കിട്ടും. പിന്നെ 11 മുതൽ 40 വരെ എത്ര നമ്പർ ഉണ്ട് നോക്കണം. അതിന് 40-ന്ന് 11-ന്ന് കുറച്ച് 10 കുറയ്ക്കണം. അപ്പോൾ 30 കിട്ടും. 30-ന്റെ പകുതി 15 ആണ്. 30-ന് പകുതിയാക്കിയ 15 ആണ്. 50 നമ്മൾ നേരത്തെ മാറ്റി വെച്ച 51-ഉം 30-ന്റെ പകുതി 15-ഉം കൂടെ
ഗുണിക്കുമ്പോൾ 765 കിട്ടും. അതാണ് ഉത്തരം. അതാണ് ഉത്തരം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് സമാനമായ ഒരു ചോദ്യം അങ്ങോട്ട് കൊടുത്താലോ മോളെ? കൊടുത്തൂടെ? കൊടുത്തു. കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ മക്കൾ 11 മുതൽ 50 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ഒന്ന് കാണും. പതിനൊന്ന് മുതൽ 50 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കാണട്ടെ കുട്ടികൾ. എത്രയാണ് കിട്ടിയത്? 1220 സാർ. അത് ശരിയാണോ? അതെ. എങ്ങനെയാ കണ്ടുപിടിച്ചത്? 11 + 50 ആദ്യം ചെയ്തിട്ടുണ്ടാവണം അല്ലേ? യെസ് സാർ. ഓക്കെ. 11 + 50 എത്രയാണ്? 61. 11 to 50, how many numbers are there? 40. 40 divided by 2, 20 അല്ലേ? Yes. Into 61. 20 into 61 എത്രയാണ്? 1220. 1220. ഇനി കുട്ടികൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് വിളിച്ചു പറയാം. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയാം. Yes. How many total number we have എന്ന് ചോദിച്ചാൽ മക്കളെ പറയൂ, എല്ലാവരും ഒന്നിച്ച് ഒരേ സ്വരത്തിൽ പറയൂ, നമുക്ക് എത്ര 2 digit numbers ഉണ്ട്? 90. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം പറയാം. ഏറ്റവും വലിയ 2 digit നമ്പർ നമുക്ക് 99 ആണ്. ഏറ്റവും വലിയ 1 digit നമ്പർ 9 ആണ്. 99 9 അങ്ങോട്ട് മൈനസ് ചെയ്താൽ 90 കിട്ടും. ശരി. അപ്പൊ നമുക്ക് 90 2 digit numbers ഉണ്ട്. ഇനി അടുത്ത പുസ്തകത്തെ ചോദ്യം ഇതാണ്. കുട്ടികളെല്ലാവരും കമന്റ് ചെയ്യാൻ തയ്യാറായിക്കോളൂ. പെട്ടെന്ന് കമന്റ് ചെയ്യണം. ഈ 90 2 digit നമ്പേഴ്സില് അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്യാത്ത എത്ര 2 digit നമ്പേഴ്സ് ഉണ്ട്? വിത്തൗട്ട് റിപ്പീറ്റിംഗ് ദ ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ 11 പറ്റില്ല, 22 പറ്റില്ല, 33 പറ്റില്ല. അങ്ങനെ വിത്തൗട്ട് റിപ്പീറ്റിംഗ് ദ ഡിജിറ്റ്സ് എത്ര ഉണ്ട്? ഏഞ്ചൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നത് 11 അല്ലേ ഏഞ്ചൽ? അതെ. അടുത്തത് 22 അല്ലേ? അതെ. അത് 33 അല്ലേ അടുത്തത്? അതെ. അടുത്ത 44 അല്ലേ? അതെ. അടുത്തത് 55. അടുത്തത് 66. അടുത്തത് 77. അടുത്തത് 88. അടുത്തത് 99. ഇത് എത്ര ഉണ്ട് നോക്കിയാ പോരെ? 1 2 3 4 5 6 7 8 9. ഓ, അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് 9 ആണ്. മൊത്തം 90 ഉണ്ടായിരുന്നു. 90 9 മൈനസ് ചെയ്യുക എത്രയാണ്? 81. അപ്പൊ 81 is the correct answer.